എറണാകുളം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ യുക്തിവാദി സമ്മേളനത്തിൽ തോക്കുമായി യുവാവെത്തിയത് പരിഭ്രാന്തി പരത്തി. സ്വയം രക്ഷയ്ക്കായി കരുതിയ തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് വ്യക്തമായതോടെ ഇയാളെ വിട്ടയക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വിവാദ എഴുത്തുകാരി തസ്ലിമ നസ്രീൻ ഉൾപ്പെടെ വൈകിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെയാണ് തോക്കുമായി യുവാവ് എത്തിയത്. എസൻസ് എന്ന സംഘടനയാണ് ലിറ്റ്മസ് 25 എന്ന പേരിൽ യുക്തിവാദികളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകളുടെ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. സംഘാടകർ ദേഹപരിശോധന നടത്തിയാണ് പങ്കെടുക്കാൻ വരുന്ന ആളുകളെ ഹാളിനുള്ളിലേക്ക് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നിരുന്നത്. സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിട്ടത്. ഇതിനിടെയാണ് ഒരാളിൽ നിന്ന് റൈഫിൾ കണ്ടെത്തിയത്. തുടർന്ന് സംഘാടകർ തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഒരാൾ ഗണ്ണ് ഉപയോഗിച്ച് അകത്തേക്ക് കയറി. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് അത് CCTV പരിശോധിച്ച് ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്ക്വാഡിനെ വെച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി. തുടർന്ന് എല്ലാവരെയും പുറത്തിറക്കി വീണ്ടും ആദ്യം മുതൽ പരിശോധനകൾ നടത്തി അകത്തേക്ക് കടത്തിവിടുകയായിരുന്നു. ഇതോടെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമ്മേളനം മുടങ്ങി. ഉദയംപേരൂർ സ്വദേശിയായ അജീഷ് എന്നയാളാണ് ഇത്. നേരത്തെ DYFI നേതാവായിരുന്ന വിദ്യാർത്ഥിൻ കൊല്ലപ്പെട്ട കേസിൽ സാക്ഷിയാണ് ഇയാൾ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് റൈഫിൾ കൈവശം വെച്ചിരുന്നത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്.